അത് പ്രശ്നമാണോ? അവന്റെ പേര് ചോദിക്ക്. എന്താ വിഷ്ണു പേര്? എന്റെ പേര് ഇതിൽ ചെയ്ത് ഇപ്പൊ റോളിന്റെ പേര് ഫക്രു എന്നാണ്. എന്തോന്ന്? ഫക്രു. കള്ളി ആയതുകൊണ്ടല്ലേ അഖിൽ സംവിധാനം ചെയ്യുന്നു, അവിടെ ശോഭ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. സിനിമ ചെയ്യട്ടെ ചെയ്യുമ്പോൾ ഇനി ഞാൻ അഭിനയിച്ചു വരുമ്പോ മിക്കവാറും ഞാൻ 50 വയസ്സായിട്ടുണ്ടാവും, പ്രായമൊക്കെ എത്തി. ഞാൻ ഇതിനിടയിൽ വേറൊരു ഓൺലൈൻ ചാനലിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞതാണ്, ദിലീപ് ഏട്ടന്റെ സിനിമയിലെ നായികയായിട്ട് ശോഭനെ വിളിച്ചു. ഇതൊന്നും നടന്നിട്ടില്ലേ? ഈശ്വരക്കു ശരിക്കും ഞെട്ടി പോകും. അപ്പൊ ഞാനും വീണ്ടും ഞെട്ടി. ഞാൻ അറിഞ്ഞ അങ്ങനെയാണ്. ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ചെയ്യുമ്പം ബെസ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം പ്ലസ് എനിക്ക് വേറെയും ഇപ്പം പത്മയുടെ റോള് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിന് വരുന്നതിന് മുമ്പാണ്. കണ്ണൂർ സ്ക്വാഡില് വിളിച്ചു, എന്നിട്ട് ആ ക്യാരക്ടർ തന്നെ അവരങ്ങ് ഇല്ലാതാക്കി. മമ്മൂക്കയുടെ പാർട്ണറായിട്ട് അല്ല, അവർക്ക് തോന്നി ബിഗ് ബോസിൽ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് എല്ലാ തൊട്ടി സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽ സ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽ സ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ബി വിത്ത് രമ്യ, ആഴങ്ങളിലേക്ക് ഒരു യാത്ര, സെലിബ്രേറ്റഡ് ബൈ ഹാർവി ഓറ. ഇന്ന് എന്റെ ഒപ്പം ബി വിത്ത് രമ്യയിൽ ഇങ്ങനെ ആഴങ്ങളിലേക്കുള്ള യാത്രയിൽ ഇന്ന് എന്റെ കൂടെ കുറെ പേര് ജോയിൻ ചെയ്യാണ്. നോക്കൂ ഇവര് ആരൊക്കെയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര? ഹാപ്പി ജേർണി ആയിട്ട് അത് ക്യാച്ച് ചെയ്യുമോന്ന് അറിയാനാ ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചത്. ഹാപ്പി ജേർണി ആയിരുന്നു അല്ലേ? എന്തായിരുന്നു ഈ ഹാപ്പി ജേർണിയിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഈ യാത്രയിലേക്ക് നടന്നത്? അയ്യോ, ഒന്നൊന്നര യാത്രയായിരുന്നു. ആണോ? എന്നാൽ ഒരു ഒന്നൊന്നര യാത്രയ്ക്കുണ്ടല്ലോ 1.5 കംപ്ലൈന്റ് ബോക്സ് ഞാൻ അങ്ങോട്ട് ശോഭയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാണ്. ശോഭ നമ്മുടെ ഫാമിലി മെമ്പർ ആണ് കേട്ടോ, നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ഇവിടെ നമ്മുടെ സ്വന്തം കുട്ടിയാണ്. പക്ഷെ ഈ വീട്ടിൽ ഇനി ശോഭനെ കയറ്റണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കണമെന്നാണ് ഇതിന്റെ കാരണവന്മാര് പറയണത്. എവിടെയായിരുന്നു, എന്തുകൊണ്ട് ഇത്ര നാളും വിളിച്ചിട്ടെടുത്തില്ല, വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊന്നും വന്ന് കേറണ്ടേ? വീട്ടില് എവിടെ കല്യാണം ഉണ്ടായിരുന്നു, കല്യാണത്തിന് വിളിച്ച് കുട്ടി വന്നില്ല, അതിനുശേഷം പല കാര്യങ്ങൾക്ക് വിളിച്ച് കുട്ടി വന്നില്ല. അപ്പോൾ ആ കുട്ടീനെ നമ്മൾ ഇനി ഈ വീട്ടിൽ കയറ്റണോ വേണമെന്ന് കാരണന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്വന്തം മാങ്ങളുടെ കല്യാണത്തിന് എത്താത്ത പെങ്ങളെ എന്തിന് നമ്മൾ ഞാൻ വിളിച്ചു, പറഞ്ഞു, ആശംസകളൊക്കെ അറിയിച്ചു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഏത് ലോകത്തായിരുന്നു? ഏതോ ലോകത്തായിരുന്നു ആ സമയം. എനിക്ക് വരാൻ പറ്റാത്തപ്പോ അല്ലെ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ് വന്ന് ഫ്രണ്ട് നിന്ന് ഡാൻസ് ചെയ്യണം എന്ന് വിചാരിച്ച ആളാണ്. പറ്റിയില്ല. ഇനി ഒരു അടുത്ത കല്യാണത്തിന് അടുത്ത കല്യാണം പേടിക്കണ്ട, നമ്മുടെ ഫാമിലി അടുത്ത കല്യാണം ഉടനെ കല്യാണം. ചിങ്ങമാസമൊക്കെ മുമ്പേ കല്യാണമാണ് നമ്മള്. അപ്പൊ തുടങ്ങാം. അപ്പൊ അതാണ് റെഡി, കിട്ടിയല്ലോ, സമാധാനായി. അപ്പൊ ശരി, ഇനി നമുക്ക് യാത്രയിലേക്ക് വരാം. കുട്ടികളൊക്കെ പറയൂ, യാത്രയിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര? നല്ല യാത്രയായിരുന്നു. അൻകിതയുടെ യാത്രയിലെ അൻകിതയുടെ ഭാഗം എന്താണ്? ഇത് 3 ഗേൾസിന്റെ സ്റ്റോറിയാണ്. അപ്പൊ അതില് ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. നല്ലായിരുന്നു, സെറ്റിൽ അത്യാവശ്യം നല്ല രസമായിരുന്നല്ലേ. ഇപ്പൊ റെലവെന്റ് ആയിട്ട് നടക്കുന്ന സിറ്റുവേഷനായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ലേഡീസും ഫേസ് ചെയ്യുന്ന ഞാൻ ഇപ്പൊ റിലീസ് ആയിട്ടേ ഉള്ളൂ, നിങ്ങളുടേത് കാണാൻ സമയം കിട്ടിയില്ല. ഭയങ്കര നേരം നോക്കുമ്പോഴത്തേക്ക് വ്യൂസ് ഇങ്ങനെ ടക്കടക്കടക്കടേന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നല്ല വ്യൂസ് ഉണ്ട്, എല്ലാവർക്കും നല്ല വെൽക്കമിങ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സംഭവം. അപ്പൊ അത് ഒരു പക്ഷേ അല്ല, ഇനിയും നല്ല സൂപ്പർ ഇതായിട്ട് കിട്ടട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക, അതുകൊണ്ടാണ് എല്ലാം ഇപ്പൊ എന്നെ പോലെ കാണാത്ത ആൾക്കാരും ഉണ്ട്, ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഫുൾ പറയുന്നില്ല, എന്നാലും എന്തോ ആണ് ഇപ്പത്തെ സംഭവമായിട്ട് റിലേറ്റഡ് ആണെന്ന് എനിക്കിത് പറഞ്ഞു. അതിനകത്ത് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇപ്പൊ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഏത് ഫീൽഡിലുള്ള പെൺപിള്ളേര് ഫേസ് ചെയ്യുന്നതന്നെ മൂന്ന് കാറ്റഗറിയിലുള്ള 3 സിറ്റുവേഷനിൽ നിന്ന് വളർന്ന് ആളുകൾ തമ്മിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അവര് 3 സിറ്റുവേഷൻ ഉണ്ടാവുന്നു. 3 മീൻസ് ട്വിസ്റ്റ് ആണ്. ഈ 3 പേരുടെ ലൈഫിലെ ട്വിസ്റ്റിന് കാരണക്കാരനാണോ കള്ളനെ കണ്ടാൽ അറിയാം, അവൻ വലിയ മാന്യനായിട്ട് നിൽക്കുന്നു. വിഷ്ണു പറഞ്ഞേ, വിഷ്ണു എന്തിനാണ് ഈ 3 പേരുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നക്കാരനായിട്ട് പോയി നിക്കണേ? പേര് ചോദിക്കും. അത് പ്രശ്നമാണോ? അവന്റെ പേര് ചോദിക്കും. എന്താ വിഷ്ണു പേര്?
എന്റെ പേര് ഇതിൽ ചെയ്ത് ഇപ്പൊ റോളിന്റെ പേര് ഫക്രു എന്നാണ്. എന്തോന്ന്? ഫക്രു. കള്ളി ആയതുകൊണ്ടല്ലേ പറയിപ്പിച്ച. ആ ശരി. FA ആണ്. മനസ്സിലായി. അപ്പൊ ഈ സീരീസിൽ കുറച്ച് ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അത് കണ്ടവർക്ക് അറിയാം, കാണാത്തവർ ഇഷ്ടം പോലെ പേരുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിന്റെ സസ്പെൻസ് പൊളിക്കുന്നില്ല. അപ്പൊ ഓരോ ഫേസിലായിട്ടുള്ള സ്റ്റോറി പറഞ്ഞു പോകുവാണ്. അതിന്റെ ഒരു ഇൻസിഡന്റിൽ വെച്ച് ഞങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാവുന്നു. എന്നാലും ഇവരുടെ അകത്തൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം കേറുന്നു? ഇവരെല്ലാരും ദ്രോഹിക്കാനായിട്ട് എത്തുകയാണോ? എല്ലാവരും അല്ല, മെയിൻലി ഫോക്കസ് ഈ വ്യക്തിനെ ആയിരുന്നു. ഏത് വ്യക്തി? ഈ ചുരിദാർ സാരി ഉടുത്തിരിക്കുന്ന ആളോ? രേഖേനെ ലിങ്ക് ചെയ്തിട്ടുള്ളവരാണ് മറ്റു രണ്ടുപേരും. അങ്ങനെ ഒരു പോയിന്റ് വെച്ചിട്ട് അങ്ങനെ കണക്ട് ആവുന്ന ഒരു സംഭവമാണ്. ഇതാണ് എനിക്ക് അഭിനയിക്കേണ്ടിയേ വന്നില്ല. പക്ഷെ വിഷ്ണു അടിപൊളിയായിരുന്നു. മൊത്തത്തിലൊരു കുറച്ച് സൈക്കോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ ഡബിങ്ങിന്റെ ടൈമിലാണ് വിഷ്ണുവിന്റെ കുറെ ഷോർട്സ് ഒക്കെ കണ്ടത്. അടിപൊളിയായിരുന്നു. അതാ പറഞ്ഞ അഭിനയിക്കേണ്ടിയേ വന്നിട്ടില്ല. ഒരു പ്രാന്തനായിരുന്നു കുറച്ച്. ഓക്കെ, ഗോപിക പറയൂ. ഗോപിക എങ്ങനെ ഇതിലേക്ക് വന്നു? ഗോപികയുടെ ഒരു ലേഡീസില് ഒരാളാണ്. അതെ, എന്റെ ക്യാരക്ടറിന്റെ പേര് പാർവതി എന്നാണ്. എങ്ങനെയാ വന്നതെന്നാണോ ചോദിച്ചത്? ആക്ച്വലി വിശാഖ് ഇതിന്റെ ഡയറക്ടർ വിശാഖ് ഇതിന്റെ ഡയറക്ടർ എന്നെ കുറച്ചുനാൾ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോളോ ചെയ്തായിരുന്നു. ആ സമയത്ത് കുറച്ച് വർക്കിന്റെ കാര്യം ചോദിച്ചു വന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതങ്ങനെ പോയി. ഇതിലേക്ക് ഭയങ്കര പെട്ടെന്നായിരുന്നു വന്നത്. ഇത് ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങണതിന്റെ തലേ ദിവസം വൈകുന്നേരം എന്നെ ആദ്യം വിളിക്കണത്. പറയുകയാണെങ്കിൽ ഒരു വർക്ക് ഉണ്ട്, ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു തരാൻ നോക്കിയിട്ട് യെസ് ആണെങ്കിൽ ഇന്ന് രാത്രി നാളെ രാവിലെ തന്നെ പറയുമോന്ന് വെച്ചു. ശാസ്ത്രം ഓക്കെ നോക്കാം. സ്ക്രിപ്റ്റ് വെച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഫൺ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ ഓക്കെ പറഞ്ഞു. 2 മണിക്കൂറിൽ പോസ്റ്റർ ഇറങ്ങി അതിൽ പേരും ഉണ്ടായിരുന്നു. അതെ, കറക്റ്റ്. അങ്ങനെയായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. അതെ അതെ. അങ്ങനെ ഷൂട്ടൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ട് കംപ്ലീറ്റ് ക്രൂ ഭയങ്കര ഫാന്റാസ്റ്റിക്. അതെ അതെ, പെട്ടെന്ന് എല്ലാവരുമായിട്ട് സെറ്റായി എല്ലാം. ഓക്കെ, ഇതില് നമ്മുടെ കഥാപാത്രം എന്താണ്? ഇവരുടെ കൂടെ ഇപ്പൊ നിങ്ങൾ 3 പേരുടെ അതെ ഇത് തന്നെയാണ്, വേറെ ഗേൾസ് ആരും ഇല്ല അല്ലേ? ഓക്കെ, ശരി. അപ്പൊ സിംഗിളാണ് ഇവര് 3 പേരും. മാരീഡ് അല്ല, സിംഗിളാ. സിംഗിൾ ആണ് ഇവരൊക്കെ. എണ്ണം കുറവാണെന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഇനി ശോഭ ഇതിൽ എന്താണ്? ശോഭയുടെ എന്താന്ന് വെച്ചാല് ഇതുപോലെ തന്നെ ഒരു എന്താ സ്ട്രോങ് ഒരു ലേഡി ക്യാരക്ടറാണ്. പിന്നെ അതിനകത്ത് നമ്മുടെ ലൈഫിലൊരു ഇൻസിഡന്റ് നടക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കറന്റ് ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത് സ്റ്റാർട്ട് ചെയ്തപ്പം ശരിക്കും പറഞ്ഞാൽ ഓക്കെ നമുക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ദറ്റ് ഇപ്പൊ ഇത് ഭയങ്കര ഇത്രയും റെലവെന്റ് ആയിട്ട് ഇത് വരും. നമുക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ഇതൊക്കെ നടന്നതുപോലെ നമുക്ക് തോന്നുന്നു. ശരിക്കും ഈ ഡയലോഗ് ഇങ്ങനെ ഓരോ നമ്മൾ ഡബ് ചെയ്തപ്പോ ഈ ഡയലോഗ് ഒക്കെ വന്നപ്പോ ദൈവമേ ഇതെങ്ങനെ ഇത് നമുക്ക് ഔട്ട് പോകുന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ലൈക്ക് എന്തുമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റും, എന്തുമാത്രം കണക്ട് ചെയ്യാൻ പറ്റും, എന്തുമാത്രം നമുക്കൊരു ഇൻ ജനറൽ ഈ ഒരു വെബ് സീരീസ് വഴി എന്തൊരു സോഷ്യൽ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയും കൂടെ ആയി. When I talk about it, I get goosebumps because അത് ശരിക്കും നമ്മൾ ഓരോരുത്തരും ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ടിട്ട് ചെയ്ത ഒരു ഇതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഷൂട്ടൊക്കെ ചെയ്തതൊക്കെ വെറും 6 ദിവസത്തെ ഷൂട്ടാണ്. എപ്പോഴായിരുന്നു ഈ 6 ദിവസം എന്ന് പറയുന്നത്? ലൈക്ക് ലാസ്റ്റ് മന്ത് വിശാഖ് കണ്ടിരുന്നു 2 months കഴിഞ്ഞാൽ. ആണോ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് 1 year ആയി ഈ ഒരു സംസാരം തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിശാഖ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ഇറ്റ്സ് അബൌട്ട് 3 women എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു ഇരുന്നു. പിന്നെ പാർവതി മേനൻ അവളാണ് എന്നെ ഇപ്പൊ മാനേജ് ചെയ്യുന്നത്. അപ്പം അവളുമായിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതിനുശേഷം സ്ക്രിപ്റ്റില് ക്ലൈമാക്സ് എനിക്ക് അത്ര ഇതായിട്ട് ഞാൻ പറഞ്ഞു ഒന്നും കൂടെ നമുക്കിത് വർക്ക് ചെയ്താൽ നന്നായിരിക്കും. അബൌട്ട് വിമൻ, സ്റ്റോറി അബൌട്ട് വിമൻ ഡെഫിനറ്റ്ലി അത് ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാം. പക്ഷെ എന്തെങ്കിലും ഒരു അതിനകത്തൊരു എക്സ് ഫാക്ടർ വേണം, ഒരു ഇത് വേണം. അപ്പൊ അങ്ങനെ
ഫൈനലി വന്നത് അവ പലതും കാണിക്കാം, അതിനകത്തൊന്നും പോകരുത്. ഓക്കെ, എക്സ് ഫാക്ടർ നിങ്ങൾ രണ്ട് ബിഗ് ബോസുകാര് തന്നെ ഇതിനകത്തേക്ക് വന്നു. എന്തിനാണ് ഇതിന്റെ ഒരു ഓഡിഷൻ ആദ്യം വന്നതാരാ? ഞാൻ പറയാം. ബിഗ് ബോസ് എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഓഡിഷൻ പുള്ളിക്കാരത്തി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ക്യാരക്ടറിനെ പറ്റി ഒരു ആള് വേണമെന്ന്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് ഒരു സൈക്കോ, ഒരു കള്ളൻ, ഒരു വൃത്തിയായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെല്ലാം എനിക്കാണല്ലോ കറക്റ്റ്. ഞാൻ പറയാം, ഒരു ബോഡി ബിൽഡർ ആണ്. അതാണ് ഫസ്റ്റ് അതിൽ കൊടുത്തു വെച്ച സംഭവം. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇന്നൊരു ലുക്കും ഫിസിക്കും ഇങ്ങനത്തെ ഒക്കെ സംഭവം. ഞാൻ ചോദിച്ചു, നമ്മളുടെ പരിചയത്തിൽ വെച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ പേര് പറഞ്ഞൂടെ ശ്രീ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ തന്നെ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഷോജിനോട് പറഞ്ഞു, എടാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് വിശാഖ് ബ്രോനെ കോണ്ടാക്ട് ചെയ്യണത്. ഞാൻ നമ്പർ അയച്ചു, ഞാൻ വിളിച്ചു നോക്കിട്ടുണ്ട്. അപ്പോഴത്തേക്കും വിളിച്ചപ്പോഴും പറഞ്ഞു, ബ്രോ നമുക്ക് നോക്കാട്ടോ എന്നുകൊണ്ട് ശോഭജി എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു ഫോർ ദാറ്റ്. അതിനകത്ത് ബോഡി ബിൽഡറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സൈക്കോ ക്യാരക്ടർ ആക്കിയത് ഇവനെ കണ്ടതിന് ശേഷമാണ്. ക്യാരക്ടർ ഫുൾ ഫോം ആയിരുന്നു. കുറച്ച് ഒരു ബോഡി ബിൽഡർ ആണ്, കുറച്ച് സൈക്കോ ആണ്, കുറച്ച് ഒറ്റബുദ്ധിയാണ്. അതൊക്കെ ഞാനാണല്ലോ. കുറച്ച് ഒറ്റബുദ്ധിയാണ്, പിന്നെ കുറച്ച് എന്താ പറയുക, മണ്ടനാണ്, ചെറിയൊരു വട്ടു പോലെയൊക്കെ ഉള്ളത്. ഇതെല്ലാം ഞാനാണല്ലോ. ഒരു ഓപ്ഷൻ കേരളത്തിൽ ഇല്ല, അതുകൊണ്ട് തീരുമാനിച്ചു. എന്നാലും കുറെ പേരൊക്കെ പറഞ്ഞെന്താന്നറിയോ, വിചാരിച്ചിരുന്നെന്ന് വെച്ചാല് ശോഭ വരുമ്പോൾ, ബിഗ് ബോസിൽ നിന്നും വരുമ്പോൾ വിഷ്ണുവിനെക്കാട്ടിലും പെട്ടെന്ന് വിചാരിച്ചത് അഖിലിന്റെ ഒരു സിനിമ അഖിൽ സംവിധാനം ചെയ്യുന്നു, അവിടെ ശോഭ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. സിനിമ ചെയ്യട്ടെ ചെയ്യുമ്പോൾ ഇനി ഞാൻ അഭിനയിച്ചു വരുമ്പോ മിക്കവാറും ഞാൻ മൂത്തുവരച്ച് 80 വയസ്സായിട്ടുണ്ടാവും, പ്രായമൊക്കെ എത്തി. ഇപ്പൊ ഭയങ്കര ബിസി ആയിട്ട് അഖിൽ നടക്കല്ലേ, വേറെ കുറെ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ വന്നത് തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ ശോഭയാണ് വിശാഖ് എന്തായാലും ആദ്യം തന്നെ കോണ്ടാക്ട് ചെയ്തത് അല്ലേ? അപ്പൊ അങ്ങനെ എത്തി. അങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റില് വീണ്ടും വർക്ക് ചെയ്തു. ആൻഡ് ഫൈനലി അതൊരു എന്താ പറഞ്ഞ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സ് ഫാക്ടർ വന്നു. പിന്നെ അങ്ങനെ ഡെവലപ്പായി വന്നപ്പോഴത്തേക്ക് നല്ലൊരു ഔട്ട് ഇറക്കാൻ പറ്റി അല്ലേ? അതാണ്. പക്ഷെ അത് ഇവന്റെ എഫേർട്ട് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഇത് കൊടുത്ത ഇവന്റെ പേര് സജസ്റ്റ് ചെയ്തപ്പം വിശാഖ് പറഞ്ഞത് അത് വർക്ക് ആവുന്നു തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കോണ്ടാക്ട് കൊടുത്തു കഴിഞ്ഞ് ഇവനും ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവൻ കോൺസ്റ്റന്റ്ലി അവനെ വിളിച്ചിട്ടുണ്ട്. അവൻ എഫേർട്ട് ഇടാൻ തുടങ്ങി, ജിമ്മി പോവാൻ തുടങ്ങി, അവൻ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു വേണമെങ്കിൽ പറയാം. പക്ഷെ ക്യാരക്ടറിനെ വലുതാക്കി, അതിനകത്ത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഫൈനലി എനിക്ക് ഐ തിങ്ക് നല്ലൊരു ഔട്ടിങ്, അവനൊരു ബ്രേക്ക് ആയിരിക്കും തോന്നുന്നു. വിഷ്ണുവിന് ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ആവുന്ന തോന്നുന്നില്ല നിങ്ങളുടെ ക്യാരക്ടേഴ്സിനും കൂടെ? ഉണ്ട്, ഡെഫിനറ്റ്ലി. അത് കാര്യമേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ടിങ് ബേസ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതും ഒരു വർക്കായിട്ട് ചെയ്യണതും. അപ്പൊ ഫോർ മീ ഇത്ര നാളും ഇതിനു മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസിലുള്ള രീതിയിലായിരുന്നു. എനിക്ക് വേണ്ടത് ആക്ടിങ്ങും ഒരു അഭിനേതാവ് അല്ലെങ്കിൽ സിനിമയിലോട്ട് കയറാണ് ആഗ്രഹം. അപ്പൊ ഫോർ മീ ഇത് കഴിയുമ്പോഴത്തേക്കും പെർഫോമൻസ് ഉണ്ട്, ഒരാളും വിളിക്കണം, സിനിമയിലേക്ക് എത്തണം. ബിഗ് ബോസില് അന്ന് ശോഭ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസിൽ എല്ലാരും എല്ലാം നല്ല ബെസ്റ്റ് അഭിനേതാക്കളാണ്, എല്ലാവരും അഭിനയിക്കുമായിരുന്നു. സ്വന്തം അങ്ങനെ പറഞ്ഞു, എല്ലാവരും ഭയങ്കര ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അവിടെ നിന്ന്. അങ്ങനെയാണെങ്കിൽ അത്രയും നല്ല അഭിനേതാക്കളിൽ നിന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ മാത്രം അവിടുന്ന് പിക്ക് ചെയ്യാൻ കാരണം? അങ്ങനെയല്ല, അത് ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. ഈ കുട്ടിയെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ പേര് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ അഭിനയിച്ചിട്ടുള്ളവര് കാണുമായിരിക്കാം. പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ മുതലാളിക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു പറഞ്ഞിരുന്നു, ഒരു മോർണിംഗ് ടാസ്കിലെന്താണ് പറഞ്ഞത്. എല്ലാരും ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നിട്ടുണ്ടാവൂല, പക്ഷെ അതിൽ പലരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നാ അത് നമ്മുടെ പ്രൊഡ്യൂസർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. നിന്റെ കല്യാണത്തിന് ഞാൻ വരണോ വേണ്ടത് ഇപ്പൊ തീരുമാനിക്കും.
അല്ല മുണ്ട് തരണോ വേണ്ടത് അതാ മുണ്ട് തരണം. വേണ്ടത് ആ പറഞ്ഞോ. അപ്പം മുണ്ട് കൊടുക്കലുണ്ട്, എന്തുകൊണ്ട് മുണ്ട് ഇവനെന്ന് വലിയ വെച്ചാ വേണ്ട. ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയത് ഇവനാണെന്ന് തോന്നിയത് കൊണ്ടാണ്. അതിങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് അപ്പൊ തന്നെ എനിക്ക് ഇങ്ങനെ ഇവനാണ് ജിം എന്ന് കേട്ടതും അപ്പൊ എനിക്ക് ഇവനെയാണ് പെട്ടെന്ന് connect ചെയ്യുന്നത്. പിന്നെ പ്ലസ് ഇവന് സിനിമ ഭ്രാന്ത് ഉണ്ടല്ലോ ഓൾറെഡി, അതിനകത്ത് തന്നെ വെച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആക്ടിങ് ആണ് അവന്റെ ഒരു പാഷൻ, അതിലേക്ക് പോകണം എന്ന് പറഞ്ഞ്. മാത്രല്ല ഇവൻ ട്രൈ ചെയ്യുന്നത് നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇവ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ കുറെ പേരുടെ കോൺടാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പോയി വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒബ്വിയസ്ലി നമ്മുടെ ഒരു സീസണിന്റെ ഒരു ബെസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോഴും ഉണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പം നമുക്ക് എന്തെങ്കിലും വർക്ക് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാദ്രയായിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞപ്പോ ചോദിക്കാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ഇതിനിടയിൽ വേറൊരു ഓൺലൈൻ ചാനലിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞതാണ്, ദിലീപ് ഏട്ടന്റെ സിനിമയിലെ നായികയായിട്ട് ശോഭനെ വിളിച്ചു. ഈശ്വരക്കു ശരിക്കും ഞെട്ടി പോകും. അപ്പൊ ഞാനും വീണ്ടും ഞെട്ടി. ഞാൻ അറിഞ്ഞ അങ്ങനെയാണ് വിളിച്ചു, പക്ഷെ ശോഭ പോയില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചു ശോഭ ഇപ്പൊ പറഞ്ഞില്ലേ സിനിമയിലേക്ക് അഭിനയിക്കുന്നതിന് മുമ്പേ അല്ല, ഞാനപ്പോ ശരിക്കും വിചാരിച്ചെന്താ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ഇതൊന്ന് ചെയ്ത് കുറച്ച് പഠിച്ചിട്ട് ഞാൻ സിനിമയിലേക്ക് പോകാമെന്ന്. ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും അപ്പൊ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് പോയില്ല? എന്തൊക്കെ റൂമറാണ്, വേറെ ചേച്ചി റൂമറാണ്. പക്ഷെ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ചെയ്യുമ്പം ബെസ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം പ്ലസ് എനിക്ക് വേറെയും ഇപ്പം പദ്മയുടെ റോള് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിന് വരുന്നതിന് മുമ്പാണ് അനുപേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഞാൻ ഓഡിഷൻ ചെയ്തതുമാണ്. ബട്ട് ആ ക്യാരക്ടർ ഇത് സെറ്റ് ആയില്ല, വർക്കായില്ല. പിന്നെ അതുപോലെ ദിൽഷ ചെയ്ത റോളാണോ? സുരഭി ചെയ്തു. പിന്നെ റോബി വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഇതിന് കണ്ണൂർ സ്ക്വാഡിന്റെ ഇതിന്. അതും വർക്കായി. എനിക്കൊന്നും ആ ക്യാരക്ടറേ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് ബിഗ് ബോസിന് ശേഷം കുറച്ച് എനിക്ക് ഇതുപോലെ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴും ചില പിന്നെ സിനിമയുടെ കാര്യം അറിയാലോ, ഇറ്റ്സ് ലൈക്ക് വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ആവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, നടക്കുമ്പോൾ നടക്കട്ടെ, അത്രേ ഉള്ളൂ. ബട്ട് ഇത് എനിക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പൊ തന്നെ ശോഭ പറഞ്ഞത് വിഷ്ണു നിങ്ങൾ ശ്രദ്ധിച്ച കണ്ണൂർ സ്ക്വാഡില് വിളിച്ചു, എന്നിട്ട് ആ ക്യാരക്ടർ തന്നെ അവരങ്ങ് ഇല്ലാതാക്കിയെന്നു. അപ്പൊ ശോഭ നോ പറഞ്ഞപ്പോൾ സിനിമയിൽ സ്ക്രിപ്റ്റ് അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു വലുതും അവർക്ക് പിന്നെ അതിനകത്തേക്ക് ഇടാനുള്ള ഒരു ഇതില്ലായിരുന്നു, ഗ്യാപ്പ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. എനിവേസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെയും ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. മമ്മൂക്കയുടെ പാർട്ണറായിട്ട് അല്ല, അവർക്ക് തോന്നിക്കാണും. അപ്പൊ അവർക്ക് തോന്നിക്കാണും ശോഭ തന്നെയായിരുന്നു ഏറ്റവും ബെസ്റ്റ്. ശോഭ ഇല്ലെങ്കിൽ ആ ക്യാരക്ടറെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് മാറ്റിയിട്ടാണ് ആ സിനിമ തന്നെ ചെയ്തത്. അതാണ് സംഭവം. പാട്ട് ഇറങ്ങണേ, കാസ്റ്റ് ചെയ്യണേ. ഓക്കെ ഇപ്പൊ ശോഭ യെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വിഷ്ണു ഇതിനകത്തേക്ക് വരികയില്ല അല്ലേ? അല്ലേ, ഇതിനകത്തേക്ക് ഇപ്പൊ എന്നെ റെഫർ ചെയ്യുവാണെങ്കിൽ കൂടി പുള്ളി വിളിച്ച് നോക്കിയിട്ട് നമ്മള് ഡയറക്ടർ ആണല്ലോ ലാസ്റ്റ് കോൾ എടുക്കേണ്ടത്. അല്ല, ശോഭ ത്രൂ മാത്രമേ വിഷ്ണുവിന് ഇതിനകത്തേക്ക് ഒരു ചാൻസ് വന്നുള്ളൂ അല്ലേ? ആ ഓഡിഷൻ കണ്ടപ്പോ ഞാൻ അങ്ങോട്ടേക്ക് ശോഭജിനെ കോണ്ടാക്ട് ചെയ്തു. പുള്ളിക്കാരത്തി ഇപ്പൊ വന്നില്ലെങ്കിൽ കൂടി ഞാൻ ആ ഓഡിഷൻ കാണുമ്പോഴത്തേക്കും ഞാൻ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കാരണം എന്റെ ആണല്ലോ ആവശ്യം, ഞാനാണല്ലോ ചാൻസ് ചോദിക്കുന്നത്. കാരണം ഇങ്ങോട്ടേക്ക് ഡിമാൻഡോ അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയിട്ടും കൂടിയില്ല. അപ്പൊ ഞാൻ എവിടെ ഓഡിഷൻ കോള് കണ്ടാലും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനാണെങ്കിലും റൈറ്റേഴ്സാണെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും ഇവർക്കൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, വിളിച്ചു ചോദിക്കും. ഇതെല്ലാം എന്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ചിലപ്പോ അതെനിക്ക് പറ്റിയ ഇതാണെങ്കിലോ അല്ലെങ്കിൽ ടൈം ശരിയാവണമെങ്കിലോ കറക്റ്റ് ആവും, റെഡി ആവും, സെറ്റ് ആവും. ഇതങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും വിശാഖ് ബ്രോ സംസാരിച്ചു, വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് കഥ പറഞ്ഞു. പുള്ളിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പൊ എനിക്കും രസമായിട്ട് തോന്നി. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫിറ്റ് ആയിട്ടുണ്ട്. അന്ന് സമയത്ത് കുറച്ചും കൂടി ലീനായിരുന്നു. ശോഭ ചേച്ചി പറഞ്ഞ പോലെ ഞാനപ്പോ ഇതിന് കുറെ എഫേർട്ട് ഇട്ടു. ഞാനപ്പോ ഇവരുടെ ഭാഗത്തുനിന്നൊന്നും വന്നില്ല പിന്നുള്ള സംഭവം. ഞാൻ എന്ത് ചെയ്ത് കാലത്തും വൈകിട്ടും ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം ഇൻ കേസ് ഇപ്പൊ
നാളെ വിളിച്ചിട്ട് വിഷ്ണു ഷൂട്ടുണ്ട് ബോഡി സെറ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇതിനുമ്പോ ഫിറ്റ്നസ് ഫീൽഡും കൂടി ആയതുകൊണ്ട് എന്റെ ബോഡി എനിക്ക് എങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നുണ്ട് ഫിസിക് ഫ്രെയിമിൽ വരുമ്പോഴത്തേക്കും. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് ട്രിമ്മും ചെയ്തൊക്കെ നടക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ താടിയും മുടിയൊക്കെ അപ്പൊ വളർത്താൻ വേണ്ടി തുടങ്ങി. കാരണം ഇതിപ്പോ കണ്ട പോലെ തന്നെ പല ലെയേഴ്സും പല ഫേസിലും ഇതുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ലുക്ക് മാറ്റാം എന്നുള്ള രീതിയിലുണ്ട്. പിന്നെ എന്റെ ലുക്ക് എല്ലാവരും എനിക്ക് തന്നെ മടുത്തു തുടങ്ങി ഇത് കണ്ട് എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ലുക്കിലും കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ക്യാരക്ടറിന്റെ ഓരോ കാലഘട്ടം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുള്ളിക്കാരനോട് ചോദിക്കാൻ തുടങ്ങി, ബ്രോ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയല്ലോ, ബ്രോക്ക് എന്താ തോന്നണെന്ന് വെച്ചപ്പോഴത്തേക്കും വിശാഖ് ബ്രോയും പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെയായിട്ടും താടി പഠിച്ചിട്ടില്ല, മീശ മാത്രമായിട്ട് വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ നമുക്ക് ഇപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും, ഞാൻ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തതിന് മുമ്പേ നമുക്ക് ഇത് എടുത്തു നോക്കിയാലോ. അപ്പൊ എന്നോട് ചോദിച്ചു ഷുവർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ റെഡിയാണ് ബ്രോ. ഇപ്പൊ അത്രയും കുറച്ചും കൂടി ഞാൻ റെഡിയാണ്. ഫോർ മീ എനിക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ കൂടി ഞാൻ താടി പഠിച്ചപ്പോഴത്തേക്കും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചു. അല്ലാണ്ട് എന്റെ അമ്മയും അച്ഛനും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചത്. ഞാനിതൊക്കെ ഞാൻ ആരോടും വേണ്ടില്ല, ഞാൻ പോയി പഠിച്ചിട്ട് വീട്ടിലോട്ട് കയറിയ ചെന്നത് ഇതെന്റെ മോനല്ല ഇത് ഏതാന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്കിത് ഇനിയിപ്പോ നാളെ ഒരു റോൾ വരും. ഞാനിപ്പോ ഡയറക്ടേഴ്സിനെ കാണാൻ പോകുമ്പോഴത്തേക്കാണെങ്കിലും ഞാൻ പറയാനുള്ളൂ സാർ എന്റെ രൂപം വെച്ചൊന്നും ജഡ്ജ് ചെയ്യല്ലേ, ഞാൻ ഏത് രൂപത്തിലും ഭാവത്തിലും മാറാൻ ഞാൻ റെഡിയാണ്. നമുക്ക് പറ്റാത്തത് ആകെ ഉള്ളത് പൊക്കം വെക്കാതെ. സാർ വേണമെങ്കിൽ വയറ് ചാടിക്കാം, നല്ല സംഭവം വേണ്ട ഇതാണെങ്കിൽ മുട്ട അടിക്കാം, ക്ലീൻ ഷേവ് അടിക്കാം, വയറ് ചാടിക്കാം, വയറില്ലാണ്ടാക്കാം. വേണ്ടിയിട്ടല്ല, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പ്രാന്താണ്. അപ്പൊ ഇത് ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമല്ലോ, നീ എന്തിനാണ് താടി പഠിച്ചെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ വർക്കിന് വേണ്ടി എന്റെ ആർട്ടിന് വേണ്ടി ചെയ്തെന്ന് പറയാൻ അതിൽ എനിക്ക് ഭയങ്കര പ്രൗഡും ഉണ്ട്, അഭിമാനവും എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് അതിനു വേണ്ടിയിട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇപ്പൊ നമ്മളുടെ ഷൂട്ട് ലൈറ്റ് നൈറ്റ് 4 മണി 3 മണി വരെയൊക്കെ വേണ്ടി പോകും. അതുകൊണ്ട് ചിലപ്പോ പിറ്റേ ദിവസം 4 മണി വെളുപ്പിന് 4 മണി വരെ ചിലപ്പോ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ഷൂട്ട് തുടങ്ങും. അപ്പൊ ഷൂട്ട് തുടങ്ങണമെങ്കിൽ 7 മണിക്ക് 8 മണിക്ക് തുടങ്ങണമെങ്കിൽ നമ്മള് 2 മണിക്കൂർ വരണം, മറ്റേ ടച്ച് ആണെങ്കിലും ബാക്കി ചെയ്ത് റെഡി ആവാനായിട്ട്. അപ്പൊ ഇത് എനിക്ക് വേറെ പണിയാണെങ്കിൽ പറ്റത്തൊന്നുമില്ല സന്തോഷിച്ച് ചെയ്യാനായിട്ട്. ഇതിപ്പോ നമുക്ക് ഭയങ്കര ടയേർഡാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടം ലൈറ്റ് നൈറ്റ് ആണെങ്കിൽ. എവിടെയായിരുന്നു മോനെ ചോദിക്കുമ്പോ ഞാൻ ഷൂട്ടിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സിനിമയുടെ എന്തെങ്കിലും ഷൂട്ടിലായിരുന്നു. എനിക്ക് അത് ഭയങ്കരമായിട്ട് പറയാനായിട്ട് എനിക്ക് ഇഷ്ടം പോലെ ഒരുപാട് വർക്ക് കിട്ടിയിട്ട് എനിക്ക് നമ്മുടെ ബോഡി ടയേർഡ് ആവുന്ന പോലെ രീതിയിൽ വർക്ക് ചെയ്യണം എന്നുണ്ട്. എനിക്ക് പല റോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഭ്രാന്തനും സൈക്കോയും പല ടൈപ്പ് ലേയേഴ്സ് പുറത്തു കൊണ്ടുതന്നെ എന്റെ ലുക്ക് ടോട്ടലി മാറ്റിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ആവണം. എനിക്ക് ആകെ കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നത്. ഞാനപ്പോ വിചാരിച്ചത് ഓക്കെ ഈ റോളിലോട്ട് അഭിനയിച്ചെത്തിയില്ലെങ്കിൽ ലുക്ക് ഉണ്ടെങ്കിലും ആൾക്കാരിലോട്ട് എത്തട്ടെ എന്നായിരുന്നു എന്റെ ഒരു ഇത്. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്കുള്ളൊരു സ്ക്രിപ്റ്റും ആദ്യം ഇവൻ ഈ ഞാൻ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചപ്പോൾ ഇവൻ ഈ 6 ദിവസമാണ് 4 ദിവസമാണ് ഫസ്റ്റ് പറഞ്ഞത് ഡേറ്റ്സ്. 4 ദിവസം കൊണ്ട് ഇവൻ ഈ ഇത് എങ്ങനെ ഇത് ഷൂട്ട് ചെയ്ത് തീർക്കുന്ന ഒരു പിടിയില്ലായിരുന്നു. ബട്ട് ദെൻ ദേ ഡിഡ് ഇറ്റ് വിത്തിൻ 6 days ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഫുള്ള്. ഒരു ദിവസം ട്രിവാൻഡ്രത്തും ഇവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട് ട്രിവാൻഡ്രത്ത് വന്ന് അവിടെ വന്ന് ഷൂട്ട് ചെയ്തു. ബട്ട് 6 ദിവസം കൊണ്ട് നമ്മൾ ഫുൾ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഇതൊക്കെ അറിയോ വിഷ്ണുവിനെ? വിഷ്ണു ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഓരോന്നും ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് എന്നോട് വിശാഖ് പറഞ്ഞ എന്താണെന്നറിയോ, ഇത്രയെല്ലാമായിട്ടും മാഡം ശോഭ യെസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വിശാഖും ഈ പ്രോജക്ട് ചെയ്യില്ലായിരുന്നു എന്നുള്ളൊരു ഇതിലേക്ക് പോയേനെ എന്നാണ് അറിഞ്ഞത്. അത്ര വലിയ ആർട്ടിസ്റ്റ് അല്ലേ ഇരിക്കണത്. ഞാൻ ഭയങ്കര പ്രിവിലേജറാണ്. കാരണം ദുൽഖർ സൽമാന്റെ കൂടെ മാത്രം ശോഭിച്ചയുടെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റി. ഒരു എളിയ തുടക്കക്കാരന്റെ കൂടെ വന്ന പുള്ളിക്കാരത്തി ജാടയൊന്നും ഇല്ലാണ്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ മതി. എനിക്ക് ഓണമായിക്കൊണ്ട് എനിക്കൊരു ഓണക്കോടി ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഓണക്കോടി ചോദിച്ച് ഇറങ്ങി വാങ്ങിക്കാണ് കേട്ടോ. അവിടെ ഒരു ഓണക്കോടി ഇതൊക്കെ കൊടുത്തേക്കണം. തിരുവോണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല ഞാൻ ഇവരുടെ അടുത്ത് കൂടെ ചോദിക്കട്ടെ, കുട്ടികളെ നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, ഗോപിയെ മാനിക്കുന്നത് ചോദിക്കട്ടെ, ഗ്യാപ്പ് കിട്ടണ്ടേ? അല്ല ഇപ്പൊ ഇത്രയും ഒക്കെ പറഞ്ഞ് ഇപ്പം എത്രയായാലും നിങ്ങളെക്കാളും കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ശോഭയുടെ പ്രായം കൊണ്ടോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒരുമിച്ച് സെറ്റിൽ നിന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ
ഷൂട്ടിങ്ങിന്റെ സമയത്ത് മറ്റൊരാളുടെ ടേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾ ഒബ്സർവ് ചെയ്യും അല്ലെ, അവരും എങ്ങനെ ആക്ട് ചെയ്യണത് എന്താണ്. തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പലതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്സർവ് ചെയ്ത് പഠിക്കാനുണ്ടാവും. ഞങ്ങളിപ്പോ സീൻസ് തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് 3 പേരെ സീൻസ് നമ്മൾ അങ്ങോട്ടും ചോദിക്കും. ഇപ്പൊ ചേച്ചിയുടെ ക്ലോസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ക്ലോസ് ആണെങ്കിൽ ചേച്ചി പറയും എടാ ഇതിങ്ങനെയാണ്, നമ്മളായാലും പറയും ചേച്ചി ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് പറയും. ഞാൻ ഇവരുടെ നിന്നാണ് പഠിച്ചത്. ആണോ? എല്ലാരും അല്ല അങ്കിത പിന്നെയും കുറച്ചും കൂടി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ഒരു 2 years ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ 2 years ബ്രേക്ക് കഴിഞ്ഞാണ് ഇപ്പൊ ഇത് ചെയ്യണത്. അപ്പൊ അങ്കിത ആക്ച്വലി എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ചില ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു നോക്ക് ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ടിപ്സ് തരാറുണ്ട്. നമ്മള് സപ്പോർട്ട് ചെയ്യാറുണ്ട് നോർമലി അവിടെ നിൽക്കുമ്പോ തന്നെ. സെറ്റിൽ ആണെന്നുണ്ടെങ്കിലും എല്ലാം സീൻസ് ആണെങ്കിലും കട്ട് നമ്മൾ കുറ്റം പറയുകയാണെങ്കിലും ഒക്കെ കുറ്റങ്ങൾ ഒരുമിച്ച് തന്നെ പറയാറ്. രസമാണ്. ഇറ്റ് വാസ് ഫൺ. പറഞ്ഞ പോലെ എല്ലാരും ഈ പറഞ്ഞ പോലെ എത്ര ടേക്സ് വേണമെങ്കിലും നമ്മൾ എടുക്കാൻ റെഡി ആയിരുന്നു. ടൈം ഒരു പ്രശ്നമല്ലായിരുന്നു. വന്ന് ഇവിടെ നിക്കാന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് ആ 6 ദിവസമല്ലേ, 6 ദിവസം നമ്മള് എനിക്ക് തോന്നുന്നു മേ ബി 1 മാസം എടുത്ത് ഷൂട്ട് ചെയ്യേണ്ടത്. ഒരു സെക്കൻഡ് ഞാൻ തൊട്ടെ. പറഞ്ഞു. ഹലോ. ഇല്ല എന്താ നടന്നോണ്ടിരിക്കണു. ഹാപ്പി ജേർണിയുടെ ഇവര് 4 പേര് ഇന്റർവ്യൂ നന്നായി പോകുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. അല്ല ഞാനല്ല ചേച്ചി പറയുന്നതാണ്. ആണോ? അന്ന് ആ പനിഷ്മെന്റ് ഇവിടെ കൊടുക്കാം. ശരി. ഓക്കെ, കുറച്ചു നേരം. സദ്യയോ? നിങ്ങൾ ഞങ്ങൾക്കാണ് സദ്യ തരേണ്ടത്. ഇപ്പൊ എന്താ വിളിച്ചതെന്നറിയോ? ഓഫീസിൽ വിളിച്ച് ചോദിച്ചെന്നറിയോ? ശോഭ എത്തിയോ, നിങ്ങളുടെ എങ്ങനെ പോണു? ശോഭ കുറെ നാൾ നമ്മളെ പറ്റിച്ചല്ലേ, ശോഭനെ ഒറ്റയ്ക്ക് ഇരുത്തി കുറച്ച് കാര്യങ്ങൾ വധിപ്പിച്ചിട്ട് വിട്ടാ മതി. ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കാനുണ്ട്, എവിടെ പോയിരുന്നു എന്ന് അറിയണം. ഓക്കെ, എന്നിട്ട് ഇവരിൽ നിന്ന് എന്താ ശോഭ അപ്പൊ പഠിച്ചത്? ശരിക്കും സത്യം പറഞ്ഞ ഈ 3 ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ജൂനിയർ ഞാനായിരുന്നു കേട്ടോ. എങ്ങനെ? ഈ 3 ആർട്ടിസ്റ്റുകളുടെ കൂടെ ജൂനിയർ ഞാനായിരുന്നു എന്ന് പറഞ്ഞതാണ്. ആണല്ലേ? അഭിനയത്തിന്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. ഞാൻ കുറെ ഇവരിൽ നിന്ന് പക്ഷെ നിങ്ങളുടെ പ്രകടനം കണ്ടപ്പോൾ അങ്ങനെ തോന്നി അദ്ദേഹത്തിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പറയാനാണ്, എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഇവരുടെയൊക്കെ ശോഭിച്ച് പിന്നെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി ഇവിടെ 2 പേരുടെ മുമ്പിൽ പോയിട്ട് ഞാനിങ്ങനെ അഭിനയിക്കുക, ഇവരുടെ മനസ്സിലെങ്കിലും ഉണ്ടാവില്ല അയ്യേ ഇവരല്ലേ മറ്റേ. ഇല്ല, പക്ഷെ ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ചമ്മല, കാരണം ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടത്തരായി പോകുന്നു. കൊറേ അങ്ങനെ പൊട്ടത്തരായി ഫസ്റ്റ് ഡേ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ 2-3-4 ടേക്ക് തെറ്റിച്ചടങ്ങിയപ്പോഴും എനിക്ക് സന്തോഷം. കള്ളൻ. നിങ്ങൾ അല്ല, അവനത് പറയാൻ വേണ്ടിട്ട് എനിക്ക് ഉറപ്പായിരുന്നു. ഇവരുടെ 3 ഫസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കായിരുന്നു, ദൈവമേ മറ്റുള്ളവരൊക്കെ ഇവരുടെ 3 ഫസ്റ്റ് ഷോട്ട് ഞാൻ ശോഭിച്ചേച്ചിക്ക് ചായ കൊണ്ടുവരണതായിരുന്നു ഫസ്റ്റ്. നിങ്ങൾ 3 പേരും ഇവരുടെ എല്ലാം പെർഫോമൻസ് ആയിട്ടാണ് എന്റെ വന്നു തുടങ്ങിയത്. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അങ്കിത മറ്റേ ഇതിനു മുമ്പ് ഞാൻ എവിടെ പ്രൊഫൈൽ നോക്കിയപ്പോഴത്തേക്കും കണ്ടായിരുന്നു, എന്തോ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടു. പിന്നെ ഗോപിക പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങള് സെറ്റിൽ അന്ന് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കൂടെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ശോഭിച്ച് മാത്രമേ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. കാരണം എന്റെ എല്ലാ ഐ മീൻ ബിഗ് ബോസിൽ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് എന്റെ എല്ലാ തൊട്ടി സ്വഭാവം അറിയാവുന്നതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല. ബാക്കി അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള ടെൻഷൻ ഒരു സൈഡില്, ഇവർ അടിപൊളിയായിട്ട് ചെയ്യൂല എന്നുള്ള ടെൻഷൻ വേറൊരു സൈഡില്. ഞാനപ്പോ ഇവിടെ ഷൂട്ടിംഗ് വഴി കണ്ടേക്കാം. അപ്പൊ ഇവര് തെറ്റിച്ചടിക്കുമ്പോഴത്തേക്ക് അപ്പോഴാണ് എനിക്ക് സമാധാനം. എല്ലാവരും ഒറ്റ ഓക്കെ ആക്കില്ല. മീൻസ് ടേക്ക് എത്ര ഓക്കെ ആവുന്നതിൽ കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മളെത്ര 10 ടേക്ക് എടുത്തിട്ടുണ്ടോ കാണുന്നവർക്ക് അറിയില്ല. നമ്മൾ 10 ടേക്ക് എടുത്തിട്ടാണ് ഉറങ്ങാണ്ടാണ് വന്നേന്നുള്ളത് അറിയില്ല. എത്ര ടേക്ക് എടുത്താലും സാധനം ഓക്കെ ടേക്കിന്റെ അറിയില്ല. എനിക്കറിയില്ല, ഞാൻ ഷൂട്ടിംഗ് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പൊ എന്റെ വിചാരം ഇവര് ആക്ഷൻ ഓക്കെ റെഡി. എനിക്ക് ടെൻഷൻ, ഞാൻ ചെയ്ത എന്തായാലും പക്ഷെ ഇതിനകത്ത് ഭയങ്കര അവൻ ഈ ഇംപ്രോവൈസ് ചെയ്തിട്ടും പിന്നെ പല ജാഗൻസ് ഒക്കെ അവൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴെനിക്ക് നല്ലോണം യൂട്യൂബ് നോക്കി നന്നായി ചെയ്തായിരുന്നു ആ ഒരു സീൻ. ഞാൻ അല്ല ഇരുത്തി ഞാനൊന്ന് പൊക്കട്ടെ. വിഷ്ണു ആ ഒരു സീൻ, ലാസ്റ്റ് ഒരു സീൻ ഉണ്ടായിരുന്നു. അത് മാത്രമേ ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ലൈവായിട്ട്. അപ്പൊ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്തും അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു വിഷ്ണു നന്നായി
നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം അതൊന്നും അവർ പറഞ്ഞു കൊടുത്തൊന്നല്ല, വിഷ്ണു എന്നെ ഒരു സൈക്കോ ആയിട്ട് ഇംപ്രൂവൈസ് ചെയ്ത് അത് ഭയങ്കര വൃത്തിയിൽ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ചടപ്പുണ്ട്. അപ്പൊ പേഴ്സണലി എനിക്ക് തന്നു കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണം, ഞാൻ സജഷൻസ് ചോദിക്കും. പക്ഷെ പുള്ളിക്കാരൻ കണ്ണാടി നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഞാനായിട്ട് തന്നെ ഇങ്ങനെ പോയി നിക്കണം, ഇങ്ങനെ നിക്കണം, ഇതായിരുന്നു വിഷ്ണു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ഇവരുടെ രസങ്ങളും കാര്യങ്ങളും ഇതിന്റെ പിന്നിൽ ഇവർ ചെയ്ത കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ OTT-ൽ ഈ സീരീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാത്തവരെ നമുക്കും കൂടെ ഇത് കണ്ട് ഇവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാം. യെസ്, ഹാപ്പി ജേർണി. അപ്പൊ നിങ്ങൾക്കും ഹാപ്പി ജേർണി.